ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ സീ ഫുഡിൻ്റെ ഒരു റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. കൂന്തൽ കൊണ്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇഷ്ടമായാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് തന്നെ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ കൂന്തലാണ്. നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് അതിൻ്റെ മുട്ടയാണ്. അത് നമ്മൾ അവോയ്ഡ് ചെയ്യരുത്, നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ ഒരു 4 സവാളയും ഒരു കുടം വെളുത്തുള്ളിയും ഒരു വലിയ പീസ് ഇഞ്ചിയും 3-4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാളയുടെ 1/4 ഭാഗവും ഇട്ട് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും 1/4 ഭാഗം ഇട്ട് വേണം നമ്മൾ വേവിക്കാൻ. ബാക്കി നമുക്ക് കുറച്ച് മാത്രം താളിച്ചെടുക്കാൻ മതി. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ബാക്കിയുള്ള സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇതിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. നമ്മൾ നാടൻ കറികൾക്കൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയാണ് എടുക്കേണ്ടത്. ഇനി ഞാൻ എടുക്കുന്നത് ഗരം മസാല എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, മുളക് പൊടി, കുറച്ചധികം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് നന്നായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മസാലപ്പൊടികൾ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഫ്ലെയിം ഒന്ന് സ്ലോ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ കുക്കറിൽ വെച്ച് വേവിക്കുമ്പോഴത്തേക്കും കൂന്തലിൽ നിന്ന് വെള്ളം വരുന്ന ആ വെള്ളം ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അത് നമ്മൾ നോർമൽ വെള്ളം ഉപയോഗിക്കുന്നതിലും ആ വെള്ളം തന്നെ ഇട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. നന്നായി സോട്ടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ കൂന്തലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഡ്രൈ ഫ്രൈ ആയിട്ട് വേണമെങ്കിൽ അതേപോലെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ അതേപോലെ ചെയ്തെടുക്കാം. ഇതാണ് കൂന്തലിൻ്റെ മുട്ട. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നോക്കി കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. സൂപ്പർ ടേസ്റ്റാണ്. അത് ആരും അവോയ്ഡ് ചെയ്ത് കളയരുത്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഇനി ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ടെടുക്കുന്നുണ്ട്. എപ്പോഴും ചെമ്മീനും ഈ കൂന്തലിനൊക്കെ കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ കടിക്കാൻ കിട്ടും, നല്ലൊരു ടേസ്റ്റാണ്. ഞാനിവിടെ ഒരു നന്നായിട്ട് തന്നെ ഒരു സെമി ഗ്രേവി അല്ല, നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരല്പം വിനാഗിരി ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ഫ്ലേവർ ഒന്ന് ബാലൻസ് ആവാനും വളരെ സഹായിക്കും. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ കോക്കനറ്റും കൂടി, അതായത് തേങ്ങാക്കൊത്തും കൂടി ഇടുമ്പോഴത്തേക്കും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം. ഇനി ഇത് നമുക്കൊരു വാഴയിലയിലേക്ക് സെർവ് ചെയ്യാം. ഒരു നാടൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ വാഴയിലയാണ് പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടാണ് എനിക്ക് ഇതേപോലെ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാനുള്ള പ്രചോദനമാവുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.